ഇന്ന് ധനുമാസം 1-ാം തീയതിയാണ്. ഇന്ന് മുതൽ രണ്ട് പ്രത്യേകതകളാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത്. ഒന്ന് ഇടത്തരികത്ത് കാവിലമ്മയ്ക്ക് കളംപാട്ട് തുടങ്ങുന്ന ദിവസമാണ്. പിന്നെ ഒന്ന് കൂത്തമ്പലത്തിലെ അങ്കുലിയാങ്കം കൂത്തും ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കളംപാട്ടിനെ കുറിച്ച് പറയാം. കല്ലാറ്റുകുറുപ്പാണ് കളമൊക്കെ വരച്ചിട്ട് കളംപാട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഭഗവതി അമ്മേനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ഗുരുവായൂരപ്പൻ്റെ രാത്രി വിളക്കെഴുന്നള്ളിപ്പും തൃപ്പുകയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവതി അമ്മയ്ക്ക് അഴലുണ്ട്, അതും കഴിഞ്ഞിട്ടാണ് എഴുന്നള്ളിക്കുക. അപ്പോൾ ഭഗവതി അമ്പലം ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് വാതിൽ മാടത്തിൽ കൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് ആനപ്പുറത്താണ് കേട്ടോ എഴുന്നള്ളിക്കുക. അങ്ങോട്ട് പോകുമ്പോൾ വലന്തിലേക്ക് കൊട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മേളൊക്കെ കൊട്ടിയിട്ടാണ് വരിക. എന്നിട്ട് ഗുരുവായൂരപ്പൻ ഒന്ന് പ്രദക്ഷിണം വയ്ക്കും. ചുറ്റമ്പലം ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ടാണ് ഭഗവതി കെട്ടിലേക്ക് ഭഗവതിനെ കൊണ്ടുവന്നിരുത്തുക. അപ്പോൾ കളം വരച്ച സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ, ആ തെക്കേ വാതിൽ മാടത്തിലാണ് കളം വരയ്ക്കുക. ദംഷ്ട്രയൊക്കെ ഉള്ള ഭദ്രകാളിയുടെ കളമൊക്കെയാണ് കേട്ടോ കുറിപ്പ് വരച്ചിട്ടുണ്ടായിരിക്കുക. അവിടെ ഇരുത്തിയിട്ട് ഭഗവതിക്കൊരു പൂജയുണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഭഗവതി അമ്മേനെ അകത്തേക്കാക്കും. എന്നിട്ടാണ് കളംപാട്ട് ആരംഭിക്കുന്നത്. കുറുപ്പാണ് പാടുക. നന്ദുണി എന്ന് പറഞ്ഞിട്ടൊരു വാദ്യമൊക്കെ മീട്ടിക്കൊണ്ടാണ് കേട്ടോ പാടുന്നത്. അപ്പം ആരാരും കൊട്ടും, അങ്ങനെയാണ്. അപ്പോൾ ഈ ദാരികവതൊക്കെയാണ് ആ ഒരു സമയത്ത് പാടുക. എന്നിട്ട് കളം മായ്ക്കും. അങ്ങനെയാണ് ഒരു ദിവസത്തെ ചടങ്ങ്. പിറ്റേ ദിവസവും ഇതുപോലെ. അങ്ങനെ ധനുമാസം 21-ാം തീയതിയാണ് നാട്ടുകാരുടെ വകയായിട്ടുള്ള പിള്ളേരെ താലപ്പൊലി ആഘോഷിക്കുന്നത് കേട്ടോ. പിന്നെ കളംപാട്ട് അവസാനിക്കുന്ന ദിവസമാണ് ദേവസ്വം താലപ്പൊലി വരുന്നത്. അതാണ് ഭഗവതി അമ്മയുടെ വിശേഷം. പിന്നെ ഒരു പ്രത്യേകതയാണ്, ഇന്നാണ് അങ്കുലിയാങ്കം കൂത്തും ആരംഭിച്ചിരിക്കുന്നത്. അത് ഹനുമാന്റെ വേഷധാരിയായിട്ടുള്ള ചാക്യാരെ രാമായണ കഥ ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതിനെയാണ് അങ്കുലിയാങ്കം കൂത്തെന്ന് പറയാട്ടോ. ഇദ്ദേഹത്തിന് മാത്രമായിട്ടുള്ള ഒരു അവകാശമുണ്ട്. ഈ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനും ഭഗവാനെ ദർശിക്കാനുള്ള ഒരു അവകാശം ഇദ്ദേഹത്തിന് മാത്രമാണുള്ളത്. ഹനുമാൻ നേരിട്ട് വന്നിട്ട് ഭഗവാനെ തൊഴുന്നു, പ്രസാദം സ്വീകരിക്കുന്നു എന്നാണ് കേട്ടോ സങ്കല്പം. ശ്രീലകത്തുനിന്ന് മേൽശാന്തി നേരിട്ട് വന്ന് പ്രസാദം നൽകുന്നതും ഈ ഹനുമാൻ വേഷധാരിയായിട്ടുള്ള ചാക്യാർക്ക് മാത്രമാണ്. ഇത് മണ്ഡലകാല സമയത്തുള്ളൊരു വിശേഷം കേട്ടോ. 12 ദിവസമാണ് അങ്കുലിയാങ്കം കൂത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകളാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഒന്ന് ഭഗവതി അമ്മയുടെ കളംപാട്ടും ഇന്ന് ആരംഭിക്കുകയാണ് രാത്രിയിലെ. അതേപോലെ തന്നെ അങ്കുലിയാങ്കം കൂത്തും ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ.